അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അഭിവാദനങ്ങൾ. നേരത്തെ ലൈവിൽ വന്നതായിരുന്നു, ഈ കട്ടായിപ്പോയതാ, ഇടയ്ക്ക് വെച്ച് ക്ഷമിക്കണം. ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വേടൻ എന്ന ഒരു കലാകാരൻ, മലപ്പുറം ജില്ലക്കാരനായ പാറക്കടവുകാരനായ ഹിരൺദാസ് മുരളി എന്ന ഒരു റാപ്പ് പാട്ടുകാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രാജ്യത്ത് ലഹരി കച്ചവടം നടത്തുന്നതിനോ അത് ഉപയോഗിക്കുന്നതിനോ അത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിനെയോ എതിർത്തിട്ട് ഉള്ള ഒരു ലൈവോ നമ്മുടെ അഭിപ്രായ പ്രകടനമോ അല്ല. ഈ വിഷയത്തിൻ്റെ ഗൗരവം മണിക്കൂറുകൾ കഴിയുന്തോറും ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പങ്കുവെക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ്. ഈ പറയപ്പെട്ട പാട്ടുകാരൻ 2020 മുതൽ കഴിഞ്ഞ 5-6 വർഷങ്ങളായി കേരളീയ സമൂഹത്തിൽ, ഇന്ത്യക്ക് പുറത്ത് ഒക്കെ അറിയപ്പെടുന്ന ഒരു തീക്ഷണമേറിയ രാഷ്ട്രീയ നിലപാടുകൾ റാപ്പ് പാട്ടുകളിലൂടെ പറയുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള സംഗീത ആസ്വാദനം പോലെയല്ല ഇദ്ദേഹത്തിൻ്റെ സംഗീതം ആസ്വദിക്കുന്നത്. പൊതുപ്രവർത്തകരും അതുപോലെ വിപ്ലവകാരികളും രാജ്യത്തെ അടിസ്ഥാനവർഗത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നവരും അടിസ്ഥാനവർഗത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പോരാടുന്നവരും ഒക്കെ ഒരു പ്രചോദനമായി, വിപ്ലവഗാനമായി, അർത്ഥവത്തായ വരികളുള്ള ഗാനത്തെ ആസ്വദിക്കാറുണ്ട്, അത് പ്രചരിപ്പിക്കാറുണ്ട്, അത് ഏറ്റെടുത്തിട്ടുമുണ്ട്. ഒരു വെറും റാപ്പ് പാട്ടുകാരനായതുകൊണ്ടല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അറസ്റ്റ് കാരണം ഒരു ചാനലുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 3 ഗ്രാമോ 5 ഗ്രാമോ കഞ്ചാവ്, മയക്കുമരുന്നായ കഞ്ചാവ് കൈവശം വെച്ചു. അദ്ദേഹത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കഞ്ചാവ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ നാളുകളോളം ജയിലിലിടാൻ വേണ്ടിയിട്ട് അത് മതിയാവുകയില്ല എന്ന് കൃത്യമായി ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അദ്ദേഹം ചൈന സന്ദർശിക്കാൻ പോയപ്പോൾ ലഭിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു മൃഗത്തിൻ്റെതാണ് എന്ന് പറയപ്പെടുന്ന അതിൻ്റെ പല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മാല ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വനം വകുപ്പിന് കൈമാറുന്ന ദുരിതഗതിയിലുള്ള വളരെ ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നും കാണാനിടയായി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം, ഭൂമി ഞാൻ വാഴുന്നിടം എന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായൊരു ഗാനത്തിൽ അദ്ദേഹം ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ടാണ് സമൂഹത്തിൽ അറിയപ്പെട്ടത്. തൊഴിലാളി പീഡനങ്ങളെക്കുറിച്ച് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. 2020 മുതൽ ഓരോ വർഷങ്ങളിലും അദ്ദേഹം പാടിയ പാട്ടുകളിൽ വൈറലാകാൻ വേണ്ടിയിട്ടുള്ള കാരണം ജനങ്ങൾ കൂടുന്നതോ അവിടെ കുറച്ച് ചെറുപ്പക്കാർ പാതിരാത്രി വരെ നിന്ന് പാട്ട് കേൾക്കുന്നതോ ഡാൻസ് കളിക്കുന്നതോ ഇതൊന്നും ആയിരുന്നില്ല. ഈ തലവേദനയല്ല യഥാർത്ഥ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഭയപ്പെടുത്തിയത്. എപ്പോഴും അങ്ങനെയാണ്. ചില മുദ്രാവാക്യങ്ങളോടുള്ള ദീർഘദൃഷ്ടിയോടുകൂടെ ചിലർ പ്രഖ്യാപിക്കുന്ന ചില മുദ്രാവാക്യങ്ങളെ ഭയന്നുകൊണ്ടാണ് മുൻകാലങ്ങളിലും നിലവിലും യഥാർത്ഥത്തിൽ ഫാസിസ്റ്റ് ഭരണകൂടം അത്തരം ആളുകളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. കർഷകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ശക്തമായിട്ട് ശബ്ദിച്ച വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു ഗാനം കർഷകർക്ക് വേണ്ടി. ആരാണ് ഈ നനഞ്ഞ വയലിൻ്റെ അടിമകളും ഉടമകളും എന്ന് ചോദിച്ചുകൊണ്ടുള്ള പാട്ട്. ആരാണ് ഈ നനഞ്ഞ വയലിൻ്റെ അടിമകളും ഉടമകളും എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ആരാണ് അവയെ 1000 വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചതാരാണ് ഈ ഭൂമിയെ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ അവകാശികൾ
ഇതൊക്കെ വളരെ തീക്ഷണമേറിയ ചോദ്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാൻ പലയനോ പുലയനോ അല്ല, നീ തമ്പുരാനും അല്ല. അതാണ് കൊള്ളേണ്ടടുത്ത് കൊണ്ട വാചകങ്ങളിൽ ഏറ്റവും പരമപ്രധാനമായ വാചകങ്ങൾ എന്ന് പൊതുപ്രവർത്തകർ, ദലിത് മക്കൾക്ക് വേണ്ടി, പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. ഇവിടെ ഞാൻ സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടന്നു. അറസ്റ്റ് നടന്ന ഉടനെ അദ്ദേഹം കഞ്ചാവ് അടിക്കുന്ന ആളാണ്, അദ്ദേഹത്തിനെ പൊക്കി പോലീസ് എന്ന രീതിയിൽ ചാനലുകളിൽ വന്നു, ഏഷ്യാനെറ്റിലൊക്കെ പ്രത്യേകിച്ച് വരികയുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ അനുകൂലിച്ചുകൊണ്ടുള്ള ചെറിയ ട്വീറ്റുകളും അതുപോലെ FB പോസ്റ്റുകളും അത് വിപ്ലവകാരികളായ കുറെ ആളുകളൊക്കെ ഇങ്ങനെ ഇടുന്നതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. എന്നാൽ വേടൻ ദലിതുകൾക്ക് വേണ്ടി 2021 അദ്ദേഹം ഒരു ഏറ്റവും പ്രശസ്തമായൊരു പാട്ട് പാടിയിരുന്നു. വർണ്ണവിവേചനത്തിനെതിരായി, ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ദലിതുകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒക്കെ പാടിയ ഒരു പാട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് വാ എന്ന പേരിൽ അറിയപ്പെട്ട ഏറ്റവും പ്രശസ്തമായ പാട്ട്. ഞാൻ ഈ പാട്ടുകളെ കുറിച്ച് ഇങ്ങനെ പറയാൻ വേണ്ടി കാരണം, കഴിഞ്ഞ 5-6 വർഷങ്ങളായി അദ്ദേഹത്തിന്റെ പാട്ടുകളും ഡാൻസും അദ്ദേഹത്തിൻ്റെതായ പ്രായത്തിന്റെ ഏതായിട്ടുള്ള ചെറിയ രീതിയിലുള്ള നമുക്ക് എല്ലാം അംഗീകരിക്കാൻ പറ്റാത്ത പല ഭാഗങ്ങളും ഉണ്ടാവാം. എന്നാൽ അദ്ദേഹം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിന്റെ വിഭാഗമാകുന്ന ജനങ്ങൾ, പിന്നോക്ക ജനവിഭാഗങ്ങൾ, രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങൾ, അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം അംബേദ്കറിസമായിരുന്നു എന്ന് ഇപ്പോ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ചാനലുകളിലൂടെ ഒരു പിതാവ്, ക്രിസ്തീയ പരമോന്നത സഭയുടെ ഒരു പിതാവ് പറഞ്ഞതായിട്ട് കാണാനിടയായി. കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഭയക്കുന്ന അദ്ദേഹത്തിന്റെ വാചകമാണ്, അംബേദ്കറിസം അതായിരുന്നു വേടന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിനോടൊപ്പമാണ് ഞാൻ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ രാഷ്ട്രീയത്തിനോടൊപ്പമാണ് വ്യക്തിപരമായിട്ട് ഞാനും ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും. ആ രാഷ്ട്രീയം ഞങ്ങളുടേതായിരുന്നു, യഥാർത്ഥത്തിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, തികഞ്ഞ ഈ വിഷയങ്ങളിലൊക്കെ വലതുപക്ഷ ചിന്താഗതിക്കാരനായ അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹം പോലും അംബേദ്കറിനെ കേരളത്തിൽ പരിചയപ്പെടുത്തിയ ആളിനെ പരിചയപ്പെടുത്തുകയുണ്ടായി. അംബേദ്കറിനെ പരിചയപ്പെടുത്തിയ ആള് കേരളത്തിൽ ഇത്രയധികം കേരളീയ സമൂഹത്തിന് അംബേദ്കർ എന്ന വ്യക്തിയെ മനസ്സിലാക്കി കൊടുത്തത്, ആ അംബേദ്കറുടെ രാഷ്ട്രീയ ആശയം സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അത് അബ്ദുൽ നാസർ മഅ്ദനിയായിരുന്നു, PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅ്ദനിയായിരുന്നു എന്ന് പറയും. ഞങ്ങൾ ആ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരിൽപ്പെട്ടവരാണ്. അപ്പോ നമുക്ക് ആ കാര്യത്തിൽ അഭിമാനമുണ്ടെങ്കിലും, ഇങ്ങനെ അഭിമാനമുണ്ടെങ്കിലും എന്നത് അഭിമാനമുണ്ട് എന്നതിൽ അർത്ഥശങ്കക്കിടയില്ലാത്തവണ്ണം പറയേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞതിൽ അഭിമാനമുണ്ടെങ്കിലും അദ്ദേഹം ഉൾപ്പെടുന്ന ആളുകൾ എന്തു ചെയ്യുന്നില്ല, ഇത്തരം വിഷയങ്ങളിൽ നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ കഴിഞ്ഞകാല കഥകളെ കുറിച്ചൊക്കെ പറയാൻ ഇവർക്ക് 1000 നാവുകളുണ്ട്. എന്നാൽ ഇന്ന് ഈ മലപ്പുറം ജില്ലയിലെ പാറക്കടവുകാരനായ ഹിരൺദാസ് മുരളി എന്ന ഈ ചെറുപ്പക്കാരൻ, വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന റാപ്പ് പാട്ടുകാരന്, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കേണ്ടത് കേരളീയ സമൂഹത്തിന്റെ ബാധ്യതയും കടമയും കടപ്പാടുമാണ്. ഇവിടെ വിഷയം മറ്റൊന്നായിരുന്നെങ്കിൽ, ദലിതുകൾ ഒരു നേരത്തെ ഭക്ഷണം, ആ ഭക്ഷണം കട്ടെടുത്തതിന്റെ പേരിൽ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പാവപ്പെട്ട പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആദിവാസി വർഗത്തിൽപ്പെട്ട ട്രൈബൽ കാസ്റ്റിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ മരത്തിൽ കെട്ടിയിട്ട് അദ്ദേഹത്തിനെ കൊന്നൊടുക്കിയിട്ട് ദലിതുകളോടും പിന്നോക്ക ജനവിഭാഗങ്ങളോടുമുള്ള ബാധ്യത കാണിച്ച സംസ്ഥാനമാണ്, കടമ നിർവഹിച്ച സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. മറ്റെവിടെയെങ്കിലും പോയി കേരളം ഇവിടെയാണ്, ഇതിപ്പോ സ്വർഗത്തോപ്പാണ് കേരളം ഇന്ത്യ രാജ്യത്തിന്റെ എന്ന് പറയാൻ, അത് യഥാർത്ഥത്തിൽ നാണക്കേടുണ്ടാകുന്ന പല സംഭവവികാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. വെടിവെപ്പുണ്ടായിട്ടുണ്ട് മുത്തങ്ങയിൽ, ഇതൊക്കെയും കേരളത്തിലാണ്. നിരപരാധികൾ കൊന്നൊടുക്കപ്പെട്ടിട്ടുണ്ട്. കിടപ്പാടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും കിടക്കാനുള്ള കിടപ്പാടത്തിന് വേണ്ടിയിട്ട് തെരുവിലിറങ്ങി പോരാട്ടം നടത്തിയപ്പോൾ AK ആന്റണി സർക്കാർ എൻ്റെ കാലയളവിലാണ് പ്രിയപ്പെട്ട മുത്തങ്ങയിലെ സഹോദരന്മാരും സഹോദരിമാരും കൊന്നൊടുക്കപ്പെട്ടത്. ആ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ആ ചെറുപ്പക്കാരന്റെ വരികളിൽ കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം
2024 ഏറ്റവും ഒടുവിൽ 2024 ഒരു പാട്ട് പാടി, കുതന്ത്രം എന്ന ഒരു സിനിമയിലേക്കാണ് അദ്ദേഹം ആ ഗാനം പാടിയത്. കുതന്ത്രം എന്നത് രാഷ്ട്രീയ ചതികളെ കുറിച്ചായിരുന്നു അതിൽ വിശദീകരിക്കുന്നത്. ഭരണകൂടത്തിന്റെ ഭീകരത, ഈ സംഭവങ്ങളൊക്കെയും കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു പുലിയുടെ മാല, അതിപ്പോൾ പറയപ്പെടുന്നുണ്ട് അടുത്ത ജന്മത്തിൽ പൂനൂൽധാരിയായിട്ട് ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുടെ, മലയാളിയായ കേന്ദ്രമന്ത്രിയുടെ കഴുത്തിലും അത് തൂങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. സോഷ്യൽ മീഡിയ ആ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്തായിരുന്നാലും ഈ മാല വെക്കുന്ന ആളിൻ്റെ നിറമാണ് യഥാർത്ഥത്തിൽ പ്രശ്നമായത് എന്നത് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മാല അണിഞ്ഞ ആള് കറുത്ത വർഗക്കാരനായി, രാജ്യത്തിന്റെ അടിസ്ഥാന വർഗക്കാരനായി, വേടൻ എന്ന ആ ചെറുപ്പക്കാരന്, പാട്ടുകാരൻ, ഞാനിപ്പോ ഈ ലൈവ് നിർത്തുകയാണ്. ഇത്രയും കുറഞ്ഞ കാര്യങ്ങളെ പറയാനുള്ളൂ. ഈ വിഷയം, ഈ വിവരം നമ്മുടെ പ്രിയപ്പെട്ട ഫോളോവേഴ്സായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സമൂഹത്തിലെത്തിക്കണം. ഞങ്ങൾക്ക് ഈ വിഷയത്തിനോടുള്ള പ്രതിബദ്ധത, അതായത് ആരെങ്കിലും ഇപ്പൊ നാളെ പിന്നെ ട്രോളോകയോ കമന്റ് ഇടുകയോ കഞ്ചാവടിക്കുന്ന ആളിന് പിന്തുണച്ചു, മതരംഗത്തും സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുന്ന ആളുകൾ, അതുമാത്രമല്ല ഈ കഞ്ചാവിനും മയക്കുമരുന്നിനുമെതിരെ പ്രതിജ്ഞയോടുകൂടെ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിജ്ഞ ചൊല്ലിയിട്ട് ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്ന് മുദ്രാവാക്യവും പ്രതിജ്ഞയും ചെയ്ത് രാഷ്ട്രീയ പ്രവർത്തനം, പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് എന്തേ വേടന് വേണ്ടി ശബ്ദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഞ്ചാവ് പ്രശ്നമല്ലേ എന്ന്? അദ്ദേഹത്തിന്റെ കഞ്ചാവിനോടല്ല, അദ്ദേഹത്തിന്റെ നയത്തിനോടാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ മതം, അദ്ദേഹത്തിന്റെ ആശയം, അദ്ദേഹത്തിന്റെ ആദർശം, ഇതൊക്കെ അദ്ദേഹത്തിന് വിട്ട കാര്യമാണ്. എന്നാൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ആ കാര്യങ്ങളെ ഭയന്നതാരാണ്? അവരാണ് ഇന്ന് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടും, അറസ്റ്റ് ചെയ്തതിലുപരി 5 ഗ്രാം കഞ്ചാവുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അർഹിക്കുന്ന ശിക്ഷ നൽകേണ്ടത് അനിവാര്യമാണ് എന്ന് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ പറയുകയുണ്ടായി. അതിൽ നമുക്കൊന്നും യാതൊരു രീതിയിലുള്ള തർക്കവുമില്ല. എന്നാൽ അങ്ങനെ അദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല, ഇതൊന്നും നീ മാറ്റണം, ഇത് പിന്നെ നിയമപരമായിട്ട് ശരിയല്ല, അദ്ദേഹത്തിന് ആരാധകർ കൊടുത്തതാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ ആരാധകരെയും തേടിപ്പോകുന്ന, അദ്ദേഹത്തിന്റെ മാതാവിന്റെ ശ്രീലങ്കൻ വംശജയായിരുന്നു എന്നതിനെയും തേടിപ്പോകുന്നതിന്റെ പിന്നിലെ ചേതോവികാരമാണ് മനസ്സിലാക്കാൻ കഴിയാത്തത്. ഇതാണ് വളരെ അപകടകരമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ. അത് ഈ രാജ്യത്തിന്റെ ഭരണകൂട ഭീകരതയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ഒരവസ്ഥയിലേക്ക് സ്റ്റാർ വെച്ച മേലാളന്മാർ നീങ്ങിപ്പോകുന്നുണ്ടോ എന്നത് ഇപ്പോൾ വേടന്റെ കാര്യത്തിൽ നിന്ന് ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്നൊരവസ്ഥ സോഷ്യൽ മീഡിയ തുറന്നാലും, അതുപോലെ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ശബ്ദിച്ച, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു വന്യ പിതാവ്, ക്രിസ്തീയ സഭയിലെ, അദ്ദേഹത്തിന്റെ ഉൾപ്പെടെയുള്ള ഒരു ആശങ്ക ഞാനും പങ്കുവെക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കേരളീയ സമൂഹത്തിന്റെ മുഴുവൻ, ഇവിടെ ഏതെങ്കിലും വരേണ്യവർഗത്തിന്റെ വീടുകളിൽ പലപ്പോഴും ഉണ്ടാകുന്ന ആനക്കൊമ്പുകൾ അതിനേക്കാളും വലിയ ഒരു മൃഗവേട്ടയായിപ്പോയി. കറുത്ത വർഗക്കാരനായ വേടന്റെ മാല, വേടന്റെ കഴുത്തിലണിഞ്ഞ മാലയിലെ ആ പുലിയുടെ പുലിപ്പല്ല് എന്നുള്ളത് വളരെയധികം ആശങ്കയോടുകൂടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഇത് ആരാധകർ സമ്മാനിച്ചതാണ് എന്നിരുന്നിട്ട് പോലും വില കൊടുത്ത് ഇങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകളിൽ നിന്ന് കാടിന്റെ മൃഗങ്ങളെ കൊന്നൊടുക്കുകയോ അതല്ലെങ്കിൽ ചത്തതിനു ശേഷം ലഭിക്കുന്നതോ ആയ ആനക്കൊമ്പുകൾ പല വീടുകളിലും പല മേഖലകളിലും കൊണ്ടുപോയി വെച്ച് അതിനെ ഒരു രീതിയിൽ അത് കണ്ട് ആ സംഭവത്തില് വലിയ ജമ്മിത്തം പ്രകടിപ്പിക്കുന്ന ആളുകൾക്ക് ഒരു രീതിയിലുള്ള കേസോ ജയിലറയോ നാടുകടത്തപ്പെടലോ ഒന്നുമില്ലാതെ അവരുടെ കുടുംബം തേടിപ്പോകലോ, അവർ ഇന്ത്യ രാജ്യക്കാരാണോ അതല്ലെങ്കിൽ ശ്രീലങ്കൻ വംശജരാണോ, ഇതൊന്നും തേടിപ്പോകാതിരിക്കുന്നതിന്റെ ചേതോവികാരം യഥാർത്ഥത്തിൽ വർഗരാഷ്ട്രീയമാണ്. അവർണനായിപ്പോയി, പിന്നോക്കക്കാരനായിപ്പോയി, ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവനായിപ്പോയി ആ വേടൻ എന്ന മലപ്പുറം ജില്ലയിലെ
പാറക്കടവുകാരൻ പ്രിയപ്പെട്ട ഹിരൺദാസ് മുരളി എന്ന ചെറുപ്പക്കാരൻ എന്നതിൽ നമുക്ക് യാതൊരു രീതിയിലുള്ള സംശയവുമില്ല. ഇക്കാര്യത്തിൽ ജനകീയ പോരാട്ടം അനിവാര്യമാണ് എന്ന് കേരളീയ സമൂഹത്തിനോട് വ്യക്തിപരമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ആ ചെറുപ്പക്കാരൻ ഇന്നോ നാളെയോ പുറത്തിറങ്ങുന്ന ഒരു അവസ്ഥയല്ല നമുക്ക് നാളുകളിൽ നിന്ന് ലഭിക്കാനിരിക്കുന്ന വാർത്തകൾ അത്ര സുഖമുള്ളതായിരിക്കില്ല എന്നത് അദ്ദേഹത്തിന്റെ അറസ്റ്റും അതിനുശേഷമുള്ള നാടകങ്ങളും ഇപ്പോ വനം വകുപ്പിന്റെ ഇടപെടലും വനം വകുപ്പിലേക്ക് കൈമാറ്റമുണ്ടായതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ജനാധിപത്യ വിശ്വാസികളോട് പങ്കുവെക്കുകയാണ്. വളരെ ആശങ്കയോടുകൂടിയാണ് ഈ സമൂഹം ഈ സംഭവത്തെ കാണേണ്ടത്. വേടൻ എന്ന ചെറുപ്പക്കാരന്റെ നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ അദ്ദേഹത്തിന്റെ ട്രാപ്പ് പാട്ടോ അദ്ദേഹത്തിന്റെ സംഗീതത്തിലേക്കുള്ള സിനിമയിലേക്കുള്ള സംഗീതമോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ഭയന്നത്. ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ സംസാരങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ റാപ്പ് പാട്ടുകളിൽ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടി, ഉടുക്കാനില്ലാത്തവർക്ക് വേണ്ടി, കഴിക്കാനില്ലാത്തവർക്ക് വേണ്ടി, അന്നമില്ലാത്തവർക്ക് വേണ്ടി, പാവപ്പെട്ട വീടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുണ്ടായിരുന്നു. നിങ്ങളുടെ വിമോചനം അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്ന വാചകങ്ങൾ ശക്തിയും മൂർച്ചയേറിയതുമായിരുന്നു. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയകളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള യൂട്യൂബുകളിലൊക്കെ കാണുന്ന പാട്ടുകൾ നമ്മൾ സഞ്ചരിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട കേരളീയ സമൂഹമേ, മണിക്കൂറുകളും ഒരു ദിവസവും പിന്നിടാൻ പോകുന്ന ഈ സമയമായിട്ട് പോലും കേരളത്തിലെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട സാംസ്കാരിക നായകന്മാർ, ദലിത് പിന്നോക്ക മതന്യൂനപക്ഷങ്ങളുടെ ഐക്യം വളരെ അനിവാര്യമാണ് എന്ന് നാലികയ്ക്ക് 40 വട്ടം പറയുവാൻ വേണ്ടിയിട്ട്, അത് ഇന്നിന്റെ ആവശ്യമാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ നിന്നും കേരളത്തിലേക്കൊക്കെ എത്തി കേരളത്തിലെ ആ രീതിയിൽ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു വന്നവർ, അതുപോലെ ഭൂരിപക്ഷത്തിന്റെ വൈകാരികതയ്ക്കനുസരിച്ച് ന്യൂനപക്ഷം നിലകൊള്ളണം, ഭൂരിപക്ഷത്തിന്റെ ആരാധനാലയങ്ങൾ, ഭൂരിപക്ഷം നിർമ്മിക്കപ്പെടുന്നത് അത് ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ തകർത്തിട്ടാണെങ്കിലും അത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മൂർത്തിദേവോപമായ സ്വത്താണ് എന്നൊക്കെ വിലയിരുത്തപ്പെടുന്നവർ ആരും തന്നെ ഒരു പിന്നോക്ക വിഭാഗക്കാരനായ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഒരു സഹോദരനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ട് അത് യഥാർത്ഥത്തിൽ അതിന്റെ നിഗൂഢതകൾ പുറത്തു കൊണ്ടുവരണമെന്ന് പറയുവാനോ, അതല്ലെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കപ്പെടേണ്ടത് കൃത്യമായ രീതിയിലുള്ള അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് പറയപ്പെടുവാനോ, അതല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കുന്ന ഒരുപാട് സംഘടനകളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ട് അവർക്കൊന്നും ഉണർവ് വന്നിട്ടില്ല എന്ന് കരുതുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇത്തരം ശബ്ദങ്ങൾ നമുക്ക് കഴിയുന്ന രീതിയിൽ ശബ്ദിക്കേണ്ടത് ജനാധിപത്യ മാർഗത്തില് ഈ പോരാട്ടം നടത്തുന്നതിന്റെ ഭാഗമാണ്. ദലിതുകൾക്ക് വേണ്ടി, പിന്നോക്കം ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളിലെ വരികളിലൂടെ അദ്ദേഹം ഉണർത്തിയത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വരികളും പാട്ടുകളിലെ രാഷ്ട്രീയ തീക്ഷ്ണതയേറിയ സംഭവങ്ങളുമാണ് ഇവിടെ ഭരണകൂടത്തിനെ ഭയപ്പെടുത്തിയത്. ആ ഭയപ്പാട് തന്നെയാണ് ഒരുപാട് നേതാക്കന്മാർ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കപ്പെടേണ്ടി വരുന്നതിന്റെ കാരണം. പ്രത്യേകിച്ച് അഭിനന്ദനായ PDP ചെയർമാൻ അബ്ദുൽ നാസർ മഅദനി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞപ്പോൾ ആ അവർണനധികാരം പീഡിതർക്ക് മോചനമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഇന്ന് അഭ്യസ്തവിദ്യരായ യുവാക്കള് കോളേജ് ക്യാമ്പസുകളിൽ അദ്ദേഹത്തിന്റെ പേരെടുത്തുകൊണ്ട് അവർണർക്ക് വേണ്ടി, അടിസ്ഥാന വർഗത്തിന് വേണ്ടി, കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അംബേദ്കറിസം, യഥാർത്ഥ അംബേദ്കറിസത്തിന് വേണ്ടിയിട്ട് ശബ്ദിച്ച അബ്ദുൽ നാസർ മഅദനിയെ ഇങ്ങനെ ഓർക്കും എന്ന് ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള രാഷ്ട്രീയമാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് മനസ്സിലാക്കിയ ആളുകൾ വട്ടമേശ ചർച്ച നടത്തിയിട്ടാണ് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത്. ഇന്ന് അങ്ങനെ ശബ്ദിക്കുന്ന ഓരോ ശബ്ദങ്ങളെയും നിശബ്ദമാക്കുന്നു. ഈ ശബ്ദത്തെയാണ് അവർ ഭയക്കുന്നത്. വൈകാരിക രാഷ്ട്രീയത്തെ ഭരണകൂട ഭീകരത ഭയക്കുന്നില്ല. അതല്ലെങ്കിൽ ഭൂരിപക്ഷ ഭീകരതയുടെ പേര് പറഞ്ഞ്, മതത്തിന്റെ പേര് പറഞ്ഞ് ഭീകരതയുണ്ടാക്കുന്നവർക്ക് ആവശ്യം
വൈകാരികമായിട്ട് അതിനെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയ ചെയ്തികളും ശൈലികളുമാണ് അതിനെ അവർ ഭയക്കുന്നില്ല. മറിച്ച് ദീർഘദൃഷ്ടിയോടുകൂടെ ഇവിടുത്തെ അടിസ്ഥാന വർഗം അധികാരത്തിന്റെ കസേരയിലേക്ക് കയറുന്നതും അധികാരത്തിന്റെ കസേരയിലെ കെട്ടിപ്പിടിച്ച് അല്ലുപിടിച്ചിരിക്കുന്നവർ തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് പോകേണ്ട വിഭാഗമാണ് എന്ന് പരസ്യമായിട്ട് പറയുന്ന വിഭാഗങ്ങളെയും നേതാക്കന്മാരെയും ആണ് യഥാർത്ഥത്തിൽ ഇവർ ഭയക്കുന്നത്. ആ ഭയപ്പാട് തന്നെയാണ് വേടന്റെ അറസ്റ്റിന്റെ പിന്നിൽ എന്ന കൃത്യമായ ന്യായമായ സംശയം നമുക്കുണ്ട്. അത് നാളുകളിൽ തീജ്വാലയായി തീപ്പന്തമായിട്ട് രാജ്യത്തെ വിപ്ലവകാരികളായ മുഴുവൻ ആളുകളും ശബ്ദിക്കുന്നതിന്, അദ്ദേഹത്തിന്റെ നീതിക്ക് വേണ്ടിയിട്ടുള്ള ആ കാര്യത്തിൽ ശബ്ദിക്കുന്നതിന്, ജനാധിപത്യ മാർഗത്തിൽ ശബ്ദിക്കുന്നതിന് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരു നിമിത്തമാകണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്നെ ക്ഷമിച്ചവർക്ക് അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.